നമസ്കാരം. മലേഷ്യയിലെ ജോർജ് ടൗണിലാണ് ഉള്ളത്. ഇന്ന് ഞങ്ങൾ ഇവിടത്തെ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അതായത് ഇവിടെയും ഒരു ലിറ്റിൽ ഇന്ത്യ ഉണ്ട്. ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകളും ഇന്ത്യക്കാർ താമസിക്കുന്നതുമായ ഒരു സ്ഥലം കൂടിയാണത്. ഈ ഒരു നഗരം ഈ തെരുവ് ചിത്രങ്ങൾക്ക് പേരുകേട്ടതാണ്. അതൊക്കെ നടന്നു പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണണം. മാത്രമല്ല ഈ ഒരു നഗരത്തിന് മറ്റു വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ സൗജന്യ ബസ് സർവീസ് ഉണ്ട്. അതായത് ഈ നഗരം മുഴുവനും കാണണമെങ്കിൽ നമുക്ക് 10 പൈസ പോലും കൊടുക്കണ്ട. അതിലും കൂടി നമുക്കിന്ന് യാത്ര ചെയ്യാനുണ്ട്. വൈകുന്നേരം 4:55 ഇവിടെ സൺസെറ്റ് 7:40 ഒരുപാട് സമയമുണ്ട് നമുക്ക് നടന്നിട്ട് പോകാൻ. ആദ്യം തന്നെ ഇവിടുത്തെ തെരുവ് ചിത്രങ്ങളൊക്കെ ഉള്ളൊരു മെയിൻ ഏരിയ ഉണ്ട്, അവിടത്തേക്ക് നടന്നിട്ട് പോവാം. ഇവിടെ നേരെ നടക്കാം. പിന്നെ ഇവിടെ തന്നെ ഉള്ളത് മുൻപ് ഇതിലൂടെ ട്രാം ഓടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു ട്രാക്കാണ്. ഇപ്പോൾ നിലവിൽ ട്രാം സർവീസ് ഒന്നും ഇല്ല ഇവിടെ. ഇതുവഴി നടക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. ഒരു 6 മണിയെങ്കിലും ആവണം ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ. കോലാലംപൂരിൽ ഞങ്ങൾ പോയ സമയത്ത് അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഇവിടെ മഴയൊന്നുമില്ല. ഈ ഭാഗത്ത് കഫേകളാണ്, ബാറും അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. കിച്ചൺ ആൻഡ് ബാർ ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകൾ ഈ നഗരത്തിലുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ കാണുന്നില്ലേ? ഇതുപോലുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് ഈ ഒരു നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഈ ഭാഗത്ത് കൂടുതലായിട്ടും ചൈനീസ് എഴുതിയിരിക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇതാ ഈ ഭാഗത്തെ ഓരോ കടകളുടെയും ബോർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇപ്പോൾ ഈ കടകളൊക്കെ പലതും ക്ലോസ് ആണ്. രാത്രിയിലാണ് ഇതൊക്കെ ആക്റ്റീവ് ആവുക. ലെബു കാർണർ വോൺ എന്നൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് ഇത്. ഇതൊക്കെ ആക്റ്റീവ് ആവണമെങ്കിൽ രാത്രി ആകണം. പിന്നെ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ആക്കുന്നതൊക്കെ കാണാം. ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഇവിടുന്ന് കുക്ക് ചെയ്ത് ആക്കി കൊടുക്കും. നല്ല സ്പീഡപ്പാണ്. ഇതെന്തോ മീറ്റാണ് കേട്ടോ, ന്യൂഡിൽസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. അവിടെ മീറ്റാണത്. എന്തായാലും രാത്രിക്ക് ഇങ്ങോട്ട് വരാം, അപ്പോഴാണ് കൂടുതലും തിരക്കുണ്ടാവുക. പിന്നെ നേരത്തെ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ, അതായത് ഈ ഒരു ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു രൂപകൽപ്പന ഞങ്ങൾ പറഞ്ഞില്ലേ, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ തട്ടുകടകൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലെ സൈക്കിളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് നമുക്ക് പോവാം. അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതാ ടേബിളൊക്കെ ഉണ്ട്. ഇതൊക്കെ രാത്രി മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. ഈ വെയിലൊന്ന് കുറയണ്ടേ ആദ്യം. ഈ ഒരു ബൈക്കിന്റെ പുറകിൽ ഗ്രാബ് എന്ന് എഴുതിയൊരു വലിയൊരു ബോക്സ് കണ്ടോ? ഗ്രാബ് എന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ നാട്ടിൽ ടാക്സി ഒക്കെ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഊബർ വഴിയാണല്ലോ. ഇവിടെ നമ്മൾ മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ടാക്സി ബുക്ക് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെയാണ്. കൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഫുഡൊക്കെ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്? സ്വിഗ്ഗി, സൊമാറ്റോ വഴിയാണല്ലോ. ഇവിടെ ഫുഡിന് വേറെ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. ഇതേ സെയിം ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ജോർജ് ടൗണിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പള്ളിയുണ്ട്, മസ്ജിദ് കപ്പിത്താൻ കെലിങ് മോസ്ക്. അതിതാ ഈ തൊട്ട് മുന്നിലാണ്. അത്യാവശ്യത്തിന് വലിയൊരു പള്ളി തന്നെയാണിത്. ഇവിടെയൊക്കെ വന്നിരിക്കാനുള്ള നല്ലൊരു സൗകര്യമൊക്കെ ഉണ്ട്. അതായത് ഈ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോൾ നേരെ ഇതുവഴി തന്നെയാണ് നടന്നു പോകാനുള്ളത്. വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ് ഇവിടെ. ഇവർ പോലീസുകാരാണേ. ഇവർ ഇവിടെ വന്നിട്ട് നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ അവരുടെ കൂടെ എടുത്തൊരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ ഈ മുൻഭാഗത്തായിട്ടുള്ളത് ഒരു ചൈനീസ് ക്ഷേത്രമാണ്. യാപ്പ് എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അർമേനിയൻ എന്നൊരു സ്ട്രീറ്റിലേക്കാണ്. അതിവിടെയാണ്. പിന്നെ ഈ ഒരു ജോർജ് ടൗണിൽ ഈ കാണുന്ന വണ്ടിയില്ലേ, ഇത് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകതയാണ്. ഇതൊരു സൈക്കിളാണ്. ഇവിടെ ഇരിക്കുക, എന്നിട്ട് ഇവിടെ ചവിട്ടും. ഇതിൻ്റെ ഒരു മെയിൻ വണ്ടി ഇതാ. ഇത് തന്നെയാണ്. ഇതാണ് വണ്ടി. നല്ല പാട്ടും ലൈറ്റൊക്കെ ഇട്ട് രാത്രി പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഇതങ്ങ് ആ ഭാഗത്തേക്ക് മുഴുവനായിട്ടുണ്ട്. സ്ട്രീറ്റ് ഇതാ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ഇതാ ഇവിടെ പാട്ടൊക്കെ കേൾക്കുന്നില്ലേ, ഇത് തന്നെയാണ്. ഈ രണ്ട് ഭാഗത്തും കടകൾ തന്നെയാണ്.
വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. ഈ ആൾക്കാർ ഈ ഒരു വെയിൽ കണ്ടിട്ടായിരിക്കും ഇറങ്ങാതെ നിൽക്കുന്നത്. ആ വണ്ടിയില്ലേ, അതിങ്ങനെയാ വരിക. യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഭാഗമാണ് ജോർജ് ടൗൺ എന്ന് പറഞ്ഞല്ലോ. അത് ഇതൊക്കെ തന്നെയാണ്. ഈ പറയുന്ന അർമേനിയൻ സ്ട്രീറ്റ് ഇടുങ്ങിയ തെരുവാണ്. സാംസ്കാരിക കലകൾക്കൊക്കെ പേര് കേട്ട ഒരു ഇടം കൂടിയാണ് ഇത്. ഒരുപാട് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നല്ലൊരു ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ഓ, ഇത് ഒരുപാട് നടക്കാനുണ്ട് മുൻഭാഗത്തേക്ക്. തെരുവ് ചിത്രങ്ങൾക്ക് പേര് കേട്ട സ്ഥലം കൂടിയാണ് ഇതെന്ന് പറഞ്ഞില്ലേ. ഇതാ ഇവിടെ തന്നെ വലിയൊരു വാൾപേപ്പർ ഉണ്ട്. ഇത് ഈ ഒരു വലിയൊരു ചുമരിൽ വരച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലേ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ആർട്ടൊക്കെ കാണാൻ. പിന്നെ ഇവിടെ തന്നെ ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിന്റെ മുകളിലായിട്ടൊരു ആർട്ടൊക്കെ കാണുന്നില്ലേ, അടിപൊളിയാ. ഇനി ഞങ്ങൾ ചൈനീസ് നിവാസികളുടെ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. ച്യൂ ജെട്ടി അല്ലെങ്കിൽ ക്ലാൻ ജെട്ടി, അങ്ങനെയാണ് അതിന്റെ പേരൊക്കെ വരുന്നത്. ഈ പേരൊക്കെ കുറച്ച് വെറൈറ്റി ആണ്. ചൈനീസ് നിവാസികൾ താമസിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയേ. കയറി വരുന്ന ഇവിടെ തന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ കാണാം. ഇവിടെ തന്നെ ഒരു ടെമ്പിളുണ്ട്. ഇവിടെയും ചെറിയ ചെറിയ ഫുഡ് കോർട്ടുകളൊക്കെ കാണാം. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം, വെൽക്കം ടു ച്യൂ ജെട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 19, അതായത് മിഡ് 19th സെഞ്ച്വറി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ചൈനീസ് ഭാഷ. അപ്പോൾ ഇതാ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. പിന്നെ വിസിറ്റിംഗ് ഹൗസ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. 12 മണിക്കൂർ മാത്രം. നടക്കുന്നത് ഇങ്ങനെയുള്ള മരപ്പലകയാണ്. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. പിന്നെ ഇത് ഈ ഒരു കടലിൻ്റെ അത്ര അടുത്താണുള്ളത്. അതായത് വീടിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളും. ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണിത്. ഇടുങ്ങിയ വഴിയാണ്. ഇവിടെ ഓരോ വീടുകളുടെയും മുൻഭാഗത്ത് ബൈക്കുകളൊക്കെ നിർത്തിയത് കാണാം. ഇവിടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കടയും ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഇത് കടലിൻ്റെ അത്ര അടുത്താണുള്ളതെന്ന്. ഇനിയിപ്പോൾ ദേ നല്ലൊരു വ്യൂ. ഇവിടെ തന്നെ ഇവർക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ബോട്ടുകളൊക്കെ ഉണ്ട്. അതായത് പോർട്ട് അങ്ങ് അവിടെയാണ്. പിന്നെ ആ ഭാഗത്തും ഇതുപോലെ തന്നെ ഇതൊക്കെ വീടൊക്കെ കാണാം. പിന്നെ ഇതാ ഇവിടെ ഒരു ആർട്ടൊക്കെ കാണാം. ഒരു തൊട്ടിലൊക്കെ കെട്ടി അവിടെ നിൽക്കുന്നത്. പിന്നെ അവിടെ ഒരു പാത്രത്തിൽ മീൻ, ഒരു ചെറിയൊരു കൊച്ച്, ഒരു കുട്ടി ചാടി വരുന്നത്. മനോഹരമല്ലേ ഇത് കാണാൻ? നമുക്ക് ഇവിടെ മാത്രമല്ല ഇനിയും കുറച്ച് ദൂരം കൂടെ പോകാനായി സാധിക്കും. ഇവിടെ വരെയാണ് നമുക്ക് വരാനായി സാധിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഉള്ള ഭാഗമില്ലേ, അതാണ് ബട്ടർ വർത്ത്. പിന്നെ ബട്ടർ വർത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്നൊരു പാലം കൂടെ കാണാം. അതങ്ങ് ദൂരെയാണ്. ഇവിടെ മോച്ചി എന്നൊരു സാധനം ആക്കുന്നുണ്ട്. 5 റിങ്കറ്റാണ് ഇതിന്. ഇതാണ് ആ ഒരു ഐറ്റം, മോച്ചി. ചൈനീസ് ഒരു ഐറ്റമാണിത്. ഇവിടെ കൂടുതലും മദ്യവും അതുപോലെ തന്നെ സീ ഫുഡും പിന്നെ നമ്മളിപ്പോൾ കണ്ടില്ലേ കുറച്ച് ഐറ്റംസ് ഒക്കെ, അതൊക്കെയാണ്. ചിലതിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ. ക്യാറ്റ് എന്നാണ് ഈ ഒരു ബസ് സർവീസിന്റെ പേര്. അതായത് CAT, സെൻട്രൽ ഏരിയ ട്രാൻസിറ്റ് എന്നാണ്. ഈ ഒരു ജോർജ് ടൗണിലെ അത്യാവശ്യം വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് നമ്മളെ കൊണ്ടുപോകും. ഇതാ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് പെനാങ് ഫ്രീ
ക്യാറ്റ് ബസ് എന്ന്. അപ്പോൾ ഇവിടെ റാപ്പിഡ് പെനാഗ് എന്നാണ്. നമ്മൾ കോലാലംപൂരിലൊക്കെ പോയ സമയത്ത് റാപ്പിഡ് KL എന്നാണ്. നോർമലി ഇവിടുത്തെ ബസ്സിൽ കയറുവാണെങ്കിൽ ഈ ഒരു ബോക്സിലാണ് ക്യാഷ് ഇടേണ്ടത്. എന്നിട്ട് അതിലൂടെ ടിക്കറ്റ് സീൽ ചെയ്ത് തരും. കണ്ടില്ലേ, അങ്ങനെയാണ് ടിക്കറ്റ് സീൽ ചെയ്ത് തരിക. അപ്പം ഫ്രീ ആയതുകൊണ്ട് അതൊന്നും വേണ്ട. ഞങ്ങളിവിടെ ഈ ഒരു മുൻ സീറ്റ് തന്നെ എടുത്തു, എന്നാലല്ലേ മനോഹരമായ ഒരു വ്യൂ ഒക്കെ കിട്ടുക. ഈ ബസ് ആദ്യം പോകുന്നത് ലിറ്റിൽ ഇന്ത്യ വഴി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ഇറങ്ങുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ച് കൂടുതൽ ദൂരം ഇതിൽ യാത്ര ചെയ്യാം. ലിറ്റിൽ ഇന്ത്യ ലെഫ്റ്റിലേക്കാണ്, ഇത് റൈറ്റിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു ക്ലോക്ക് ടവർ ആണ്. രണ്ട് വരി 4 വരി പാത. പെനാങ് സ്റ്റേറ്റ് മ്യൂസിയം ഇവിടെയാണ്. ഞങ്ങള് രാത്രി ഇതുവഴിയൊക്കെ നടന്നതാണ്. രാത്രി ഒരു 8 മണിയൊക്കെ ആയാൽ പിന്നെ ആൾക്കാരും തീരെ ഇല്ലാന്ന് തന്നെ പറയാം. അതായത് നടക്കാൻ കൂടുതൽ ആൾക്കാരും വാഹനത്തിൽ തന്നെയാണ് പോകുന്നത്. ഓരോ ഭാഗവും എന്തൊരു വൃത്തിയല്ലേ. ബസ് വഴി യാത്ര ചെയ്യുമ്പോൾ മുൻപുണ്ടായിരുന്ന ഒരു ട്രാമിന്റെ ഒരു ട്രാക്ക് ഇവിടെ കാണാം. ഇവിടെയൊക്കെ ഫുഡ് കോർട്ടുകളൊക്കെയാണ് ഈ ഭാഗത്ത്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ചൗരാസ്ത മാർക്കറ്റിന്റെ ഭാഗം വഴിയാണ്. ഇവിടെ തന്നെ എത്ര വരിയാണ് റോഡ് നോക്കിയേ. കൊംടാർ എന്നൊരു ബസ് സ്റ്റാൻഡിലേക്കാണ് ഇനിയിപ്പോൾ ബസ് പോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇത് മിക്കവാറും പുറത്ത് നിർത്താനേ സാധ്യതയുള്ളൂ. ഇത് ഇവിടെ നിന്നു, അകത്ത് കയറിയില്ല. ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെ ഇറങ്ങി കേട്ടോ. അതിനിപ്പം അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ജോർജ് ടൗണിലെ മറ്റൊരു പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനാണ് കൊംടാർ. ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ കാരണം ആ ബസ്സിന് ഇനിയിപ്പോൾ ഒരുപാട് സ്റ്റോപ്പുകൾ ഉണ്ടല്ലോ, നിർത്തിയിട്ടാണല്ലോ പോവുക. പിന്നെ നല്ല തിരക്കും കൂടി ഇവിടുന്ന് വന്നു, പിന്നെ ഇവിടെ ഇറങ്ങാമെന്ന് കരുതി. ഈ ഒരു ബസ്സിന്റെ സർവീസ് ഓരോ 20 അരമണിക്കൂർ കൂടുമ്പോഴാണ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിന്റെ ടൈമിംഗ് പറയുകയാണെങ്കിൽ രാവിലെ 6 മണി മുതൽ രാത്രി 11:45 വരെയാണ്. ബസ് സ്റ്റേഷന്റെ ഇവിടെ ഓരോരോ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോരോ റൂട്ടുകളാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ റൂട്ടുകളൊന്നും അറിയില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാലോ. ഓരോ ബസ്സുകളൊക്കെ ഇതാ കയറി പോകുന്നതൊക്കെ കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അടുത്തൊരു ലൊക്കേഷൻ നോക്കിയാണേ. മാക്സിമം ഇനിയിപ്പോൾ ഇരുട്ടായി വരികയാണ്. നമുക്ക് ലിറ്റിൽ ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകാൻ നോക്കാം. ഇവിടെ ഈ ഒരു ചുമരിന് ഒരു വാൾപേപ്പർ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ കെട്ടി വെച്ചിരിക്കുന്നതൊക്കെ കാണാം. ഇനി ഞങ്ങൾ നേരെ ലിറ്റിൽ ഇന്ത്യൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. 1.5 കിലോമീറ്ററാണ് ഇവിടുന്ന് ദൂരം. മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് ചെറിയ ഇതുപോലുള്ള തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് എന്തൊക്കെ ആക്കുന്നതൊക്കെ കാണാം. എന്താക്കുന്നത് നമുക്ക് നോക്കാം. നല്ല പുക. എല്ലാം വളരെ പെട്ടെന്നാ. ഓയിലൊക്കെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ചൈനീസ് ഡിഷാണ്. ആക്കട്ടെ. ഇതുപോലെ കടകൾ ആ മുൻഭാഗത്തേക്കുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടികളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്തോ ബജിയാണെന്നാ തോന്നുന്നത്. പിന്നെ ഇവിടെ ഗ്രിൽ ഐറ്റംസ് ആണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട് ഇങ്ങനത്തെ. ജോർജ് ടൗണിൽ പ്രധാനമായും 2 ഫുഡ് സ്ട്രീറ്റുകളാണ് ഉള്ളത്. അതിലൊന്നാണിത്. കിംബർലി എന്നാണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റിന്റെ പേര്. പക്ഷേ ഇവിടെയൊക്കെ തിരക്ക് വരിക നൈറ്റ് തന്നെയാണ്. നടന്നു പോകാൻ ഇതുപോലെയുള്ള വഴികളാണ്. ഈ ഭാഗത്തെ ഷോപ്പുകൾ ഒന്നും തന്നെ ഓപ്പൺ അല്ല. ജോർജ് ടൗണിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത്. റോഡിൻ്റെ ഇതിലൂടെയുള്ള നടന്നു പോകാനുള്ള വഴിയൊക്കെ ഇതാ ഇങ്ങനെയാണ്. അതായത് ഷോപ്പുകളുടെ മുൻഭാഗം വഴി തന്നെയാണ് നടന്നു പോകേണ്ടത്. പെനാങ്ങിലെ ചൈന ടൗൺ വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ചൈനീസ് ഭാഷ നമുക്ക് കാണാനായി സാധിക്കും. അതായത് മാർക്കറ്റുകളും സ്ട്രീറ്റും എല്ലാം ഒരേ സ്ഥലത്താണെന്ന് തന്നെ നമുക്ക് പറയാം. നല്ല വഴികളാണ് ഇതൊക്കെ. നടക്കാനുള്ള ഒരു വഴി തന്നെ നിങ്ങളൊന്ന് നോക്കിയേ. പിന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുക ഇതുപോലെ ഇതാ ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ക്വീൻ സ്ട്രീറ്റിലെത്തിയേ. ഇവിടെ റമദാനൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴും ഈ ഒരു ഫ്ലെക്സ് ഒന്നും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പഴയൊരു ക്ഷേത്രമുണ്ട്. അതായത് പെനാങ് സ്ട്രീറ്റിലെ ഏറ്റവും പഴക്കം ചെന്നൊരു ക്ഷേത്രമാണിത്. ശ്രീ മഹാമാരി അമ്മൻ കോവിൽ. 1833 ഈ ക്ഷേത്രം പണിതത്. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. നല്ല കൊത്തുപണികളൊക്കെ ഇതാ ഇവിടെ നിന്ന് കാണാം. ഇപ്പോൾ ഒരു തമിഴ്നാട്ടിലെത്തിയ പ്രതീതി കേട്ടോ. ഇവിടെ മുഴുവനും തമിഴ് റെസ്റ്റോറൻറ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രിയിൽ തന്നെ ഇതുവഴിയൊക്കെ വന്നതാണ്. ആനന്ദ ഭവനൊക്കെ ഈ ഭാഗത്തുണ്ട്. നടന്ന് ലിറ്റിൽ ഇന്ത്യൻ്റെ ഭാഗത്ത് ഞങ്ങൾ എത്തി. ഇത് ഇവിടുന്ന് നോക്കിയാൽ തന്നെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാണാം. ഇങ്ങിവിടെ മലേഷ്യയിൽ. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ, അതായത് സ്വീറ്റ്സിൻ്റെ കടയാണ് ഇതൊക്കെ. 2 റിങ്കറ്റൊക്കെ ഉള്ളൂ ഇതിനൊക്കെ. ഓരോരോ ഷോപ്പുകളൊക്കെ തന്നെയാണ് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ മുഴുവനും നമുക്ക് തമിഴ് കാണാം. എല്ലാ ഭാഗത്തും തമിഴ് പാട്ടുകളൊക്കെ തന്നെയാണ് എല്ലാ ഭാഗത്തും. ഇവിടെ ഒരുപാട് ജ്വല്ലറീസ് ഉണ്ട്. ഇവിടെ തന്നെ ഇതാ ലിറ്റിൽ ഇന്ത്യ ജ്വല്ലറി കാണാം. ഇവിടെ ഒരുപാട് പൂമാലകളൊക്കെ കാണാം. ഇവിടെയും ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ ഇതൊക്കെ വാങ്ങിക്കാം. ഞങ്ങളിനിപ്പോൾ ഒരുപാട് നേരം ലിറ്റിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. ഇവിടെ കാരക്കുടി റെസ്റ്റോറൻ്റ് ഉണ്ട്. ബോളിവുഡ്, ഉമയാൾ. ഇവിടെ നമ്മുടെ മലയാളം എഴുതിയത് കണ്ടോ? എനിക്ക് വയ്യ, മലയാളം വരെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ലിറ്റിൽ ഇന്ത്യ എന്നുള്ള വലിയൊരു പ്രവേശന കവാടമുണ്ട്. അതിത് ഇവിടെയാണ്. ലിറ്റിൽ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം ഇതാ ഇവിടെയാണ്. അവിടെ ലിറ്റിൽ ഇന്ത്യ പെനാങ് എന്ന് എഴുതിയതൊക്കെ കാണാം. അപ്പോൾ ശരിക്കും കയറി വരേണ്ടത് ഇതിലൂടെയാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണാം. അതിൻ്റെ പേര് ശരവണ സ്റ്റോർ എന്നാണ്. രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഭാഗം. ഇനി ഞങ്ങൾ നേരെ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും. ഇപ്പം ഞങ്ങളുള്ള ഭാഗത്തുനിന്ന് ഒരു 600 മീറ്റർ ഉണ്ട്. ഇതാ ഇതുവഴി അങ്ങ് നടന്നു പോവാം. നമ്മൾ നേരത്തെ വന്ന ആ ഒരു സ്ട്രീറ്റ് തന്നെയാണ്. ഇപ്പോൾ 8 മണിയായി. ഇവിടെ ഇതൊക്കെ ആക്റ്റീവായി. ഇതൊരു ഓംലെറ്റ് ആക്കുകയാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. രാത്രിക്ക് തന്നെയാണ് അല്ലെങ്കിലും ഫുഡ് സ്ട്രീറ്റൊക്കെ ആക്റ്റീവ് ആവുന്നത്. എന്തൊക്കെയോ ആക്കുന്നത് കാണാം. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. പിന്നെ ഇവിടെ ഈ ഒരു കോലിൽ എന്തൊക്കെയോ സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ മീറ്റാണ്. ഈ റോഡിൻ്റെ 2 ഭാഗത്തായിട്ടാണ് ആൾക്കാർ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് ഓർഡറൊക്കെ എടുക്കുന്നുണ്ട്.
ഇതൊക്കെ ഇതില് ചൈനീസ് ഫിഷുകളൊക്കെ ഉണ്ട് ഇതില്. റോള് പോലുള്ളൊരു സാധനം. ഇത് ഈ ഭാഗത്തും കാണാം. നേരത്തെ ഇതിലൂടെ വന്നപ്പോ ഇത്രയും ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലുള്ള കടകൾ തന്നെയാണ് കൂടുതലും. ഇത് ഡക്ക് മീറ്റ്, അതായത് താറാവിന്റെ ഇറച്ചിയാണ്. ഇതിന്റെ അകത്തുണ്ടത്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ജ്യൂസൊക്കെ ആക്കുന്നൊരു സെന്റർ ആണെന്നാ. ഇവിടെ ഒരു കൂട്ടം പ്രാവുകളെ കാണാം. ഇവിടെ ബ്രെഡ് ഇട്ട് കൊടുത്തതാണ്. അതെല്ലാം തിന്നു തീർക്കുക. അതെല്ലാം പോയി. ഇത് ഇവിടെ ഒരു കരിമ്പൂച്ചയുണ്ട്. അവനും ആ ഒരു ബ്രെഡ് തിന്നാൻ വന്നതാ. ഓ, നീയൊക്കെ ഇവിടുത്തുകാരനാണല്ലേ? ഞങ്ങളൊക്കെ ഇന്ത്യക്കാരാ. ഇങ്ങോട്ട് നോക്കടോ. ഇപ്പോൾ 9:15 ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൂമിന്റെ ഭാഗത്തേക്ക് വന്നതാണ്. ചാർജൊക്കെ ചെയ്യാൻ വന്നതാണേ. നമ്മൾ നേരത്തെ വൈകുന്നേരത്ത് പോയ ഒരു കിംബർലി സ്ട്രീറ്റ് ഇല്ലേ, അവിടുത്തെ ഈ ഒരു സമയത്തെ കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ലവ് ലൈൻ എന്നൊരു ഭാഗമാണ്. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ചൂലിയ എന്നാണ് അതിന്റെ പേര്. ഈ ജോർജ് ടൗണിൽ എത്തിയ സമയത്ത് ഞങ്ങൾ അതിന്റെ കാഴ്ചകളൊക്കെ പകർത്തിയതാണ്. രാത്രിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ്. ഈ റോഡിന്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല ലൈറ്റും എല്ലാം കൊണ്ട് അടിപൊളി തന്നെയാ. ഇപ്പം നടന്നാലുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂടില്ലേ, അതൊക്കെ ടോട്ടലി മാറി. ഇവിടെ ഒരുപാട് മസാജ് സെന്ററുകളുണ്ട്. പിന്നെ ഇവിടെ മുതൽ ഇനിയിപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് തുടങ്ങിയാണ്. നമ്മൾ നേരത്തെ വന്നതിനേക്കാൾ തിരക്ക് ഇപ്പോൾ തന്നെയാണ്. പാട്ടൊക്കെ വെച്ച് അടിപൊളിയായി. ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇവിടേക്ക് ഒരുപാട് ടേബിളൊക്കെ വെച്ച് ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു റോളൊക്കെ ഉണ്ട് ഇവിടെ. അവര് വെള്ളത്തിൽ മുക്കി കഴിക്കുന്ന കാണാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിലും ഇവിടെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തൊക്കെ ആക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു ഫുഡ് റെഡിയാക്കുകയാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇതേ ഫുഡ് തന്നെയാണല്ലോ ഇവിടുന്ന് ആക്കിണ്ടായത്. അവിടുന്ന് ആക്കട്ടെ, അതെന്താണെന്ന് മനസ്സിലായില്ല. ഈ ഭാഗത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കാണാം. ഇവിടെ ഒരു ബൈക്കിൽ വരെ ഫുഡ് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. ശരിക്കും ഇത് തന്നെയാണ് ഇപ്പം നിലവിൽ ഇവിടുത്തെ ആക്റ്റീവായിട്ടുള്ളൊരു ഫുഡ് സ്ട്രീറ്റ്. ഇതും നല്ലൊരു സ്ട്രീറ്റ് ആണേ. ഇവിടെ നല്ല ലൈറ്റിംഗ് ആണ്. ഇവിടെ ഒരുപാട് ലൈറ്റുകൾ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പ്രകാശം തന്നെയാണ് ഈ താഴെ ഭാഗത്തേക്കും. ഇതും അങ്ങതാ ആ ഭാഗം വരെ ഉണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയേ. ഇവിടെ റൂമിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു ടേബിളൊക്കെ ഉണ്ട്. എന്തായാലും ജോർജ് ടൗണിൻ്റെ ഇവിടെ റൂം എടുത്ത ലൊക്കേഷൻ അടിപൊളിയാണ്. 314 നമ്മുടെ റൂം നമ്പർ. മലേഷ്യയിലത്തെ ഒരു ഐലൻഡ് ആണല്ലോ ജോർജ് ടൗൺ എന്ന് പറയുന്നത്. ഒരു ബസ് ജേണി ഇല്ലേ നമ്മൾ നടത്തിയ ഫ്രീ. അപ്പൊ ആ ഒരു ബസ്സിനെ കുറിച്ചൊരു കാര്യങ്ങളാണ്. ഇവിടെ പൈസ കൊടുത്തിട്ട് യാത്ര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്പർ നോക്കിയിട്ട് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം പെനാങ് ഹില്ല് പോയിട്ടുണ്ടായിരുന്നു. 204 നമ്പറാണ്. വേറൊരു നമ്പർ ഉണ്ട്, 101 നമ്പർ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബീച്ചുകളിലേക്കൊക്കെ പോകാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നത് ഫ്ലൈറ്റിനാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ പെനാങ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അപ്പോൾ വരേണ്ട വണ്ടി നമ്പർ എന്ന് പറഞ്ഞാൽ 401 401 EU ആണ്. ആ രണ്ട് വണ്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും തിരിച്ചൊക്കെ പോവാം. പക്ഷെ അത് ക്യാഷ് നമ്മൾ കൊടുക്കണം. അതായത് ഡ്രൈവറിന്റെ മുന്നത്തെ ആ ഒരു ബോക്സിൽ നമുക്ക് നിക്ഷേപിക്കണം. പിന്നീടല്ലോ ഈ ജോർജ് ടൗണിലൊക്കെ ഒരാഴ്ചയൊക്കെ വന്ന് താമസിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ബസ് സ്റ്റാൻഡുകൾ നമ്മൾ കാണിച്ചില്ലേ, അവിടുന്ന് ഒരു കാർഡ് എടുക്കാൻ പറ്റും. അതിന്റെ പറഞ്ഞ പേര് റാപ്പിഡ് പാസ്പോർട്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ ബസ്സുകളുടെ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മൂവിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ റാപ്പിഡ് പെനാങ് ജേർണി എന്ന് പറഞ്ഞിട്ട് വേറൊരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോ ഇവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. കോലാലംപൂരിലേക്കാണ് പോകുന്നത്. അതൊരു കിടിലൻ യാത്രയാണ്.
ഞങ്ങൾ മലേഷ്യയിലെത്തി ആദ്യമായിട്ട് ഒരു ഡബിൾ ഡെക്കർ ബസ്സിലാണ് യാത്ര പോകുന്നത്. നാളെ രാവിലെ തന്നെയാണ് ഇവിടുന്ന് ആ ഒരു ബസ് ഉള്ളത്. അത് ഇവിടുന്നല്ല, നമുക്ക് നേരെ ഇനിയിപ്പോൾ ബട്ടർവർത്തിലേക്ക് പോകണം. അതായത് പെനാങ് സെൻട്രലിന് അവിടെ നിന്നാണ് നമുക്ക് ബസ് ഉള്ളത്. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീട്ടിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.